KSU മാർച്ചിൽ പോലീസ് ലാത്തി വീശിയിരിക്കുകയാണ്. നേരത്തെ ജലപീരങ്കി പ്രയോഗിച്ചടക്കം പ്രവർത്തകരെ പിന്തിരിപ്പിക്കാനുള്ള ശ്രമം നടത്തിയെങ്കിലും പോലീസ് പ്രവർത്തകർ പിന്തിരിഞ്ഞിരുന്നില്ല. KSU മാർച്ചിൽ പ്രതിഷേധമുണ്ടാവുകയും തുടർന്ന് ഇപ്പോൾ ഇതാ പോലീസ് പ്രവർത്തകർക്ക് പിന്നാലെ ഓടുന്ന ദൃശ്യമാണ് കാണുന്നത്. പ്രവർത്തകരെ ലാത്തി വീശി വിരട്ടി ഓടിക്കുകയാണ് പോലീസ്. KSU പ്രതിഷേധം തെരുവിലേക്ക് നീങ്ങിയിരിക്കുകയാണ്. നിയമസഭാ മാർച്ച് ശക്തമായ പ്രതിഷേധമായിരുന്നു അലോഷ്യ സേവ്യറിന്റെ നേതൃത്വത്തിൽ നടന്നിരുന്നത്. പ്രതിഷേധക്കാരനെ പോലീസ് വളഞ്ഞിരിക്കുകയാണ്. തെരുവിലേക്ക് ഇറങ്ങിയിരിക്കുകയാണ് പ്രവർത്തകരും, പിന്നാലെ പോലീസും. പ്ലസ് വൺ സീറ്റ് പ്രതിസന്ധിയുമായി ബന്ധപ്പെട്ടുള്ള പ്രതിഷേധമായിരുന്നു KSU നിയമസഭയിലേക്ക് നടത്തിയത്. ബാരിക്കേഡ് തള്ളിയിടാനടക്കമുള്ള ശ്രമങ്ങൾ നടത്തിയിരുന്നു. പലതവണ പോലീസ് ജലപീരങ്കി പ്രയോഗിച്ചിരുന്നു. പോലീസ് പ്രവർത്തകർ പിന്തിരിയാൻ തയ്യാറാകാതെ വന്നതോടെ പലതവണ പോലീസ് ജലപീരങ്കി പ്രയോഗിച്ചെങ്കിലും പ്രവർത്തകർ തുടരുക തന്നെയായിരുന്നു. ഇപ്പോൾ KSU പ്രവർത്തകർ റോഡ് ഉപരോധിക്കുകയും തുടർന്ന് പോലീസ് പ്രവർത്തകരുടെ പിന്നാലെ നീങ്ങുകയും പ്രതിഷേധക്കാരെ വിരട്ടി ഓടിക്കുകയും ചെയ്യുന്നതാണ്. റോഡിലേക്ക് ഇറങ്ങിയിരിക്കുകയാണ് പോലീസും, പിന്നാലെ പ്രവർത്തകരെ വിരട്ടി ഓടിക്കുന്ന കാഴ്ചയാണ് ദൃശ്യങ്ങളാണ് കാണുന്നത്. ഗതാഗത തടസ്സമുണ്ടാകുന്ന സാഹചര്യമുണ്ട്. KSU പ്രവർത്തകർ റോഡ് ഉപരോധിക്കുകയും വാഹനങ്ങൾ തടയുകയും ചെയ്തിരുന്നു. KSRTC ബസ് അടക്കം തടയുന്നൊരു സാഹചര്യമുണ്ടായിരുന്നു. KSU പ്രതിഷേധം തെരുവിലേക്ക് നീങ്ങിയിരിക്കുകയാണ്. പോലീസുകാർ പ്രവർത്തകരെ പുറകെ ഓടിക്കുകയാണ്. റിനു ശ്രീധർ നൽകും വിശദാംശങ്ങൾ. റിനു, നേരത്തെ കണ്ട പ്രതിഷേധം വേറൊരു തലത്തിലേക്ക് ഇപ്പോൾ മാറിയിരിക്കുകയാണ്. റോഡിലേക്ക് ഇറങ്ങിയിരിക്കുകയാണ്. പ്രവർത്തകരെ പോലീസ് വിരട്ടി ഓടിക്കുന്ന കാഴ്ചയാണ്. എന്താണ് സംഭവം? ശ്രുതി, ആദ്യഘട്ടത്തിൽ പ്രതിഷേധം നിയമസഭയ്ക്ക് മുന്നിലായിരുന്നെങ്കിൽ അതിനുശേഷം MG റോഡിലേക്ക് പ്രവേശിച്ചു പ്രവർത്തകർ. അതിനുശേഷം ഇവിടെ നിന്ന് ഏകദേശം 5ഓളം പോലീസുകാരെ മർദ്ദിക്കുന്ന ഒരു സാഹചര്യമുണ്ടായി KSU പ്രവർത്തകർ. തുടർന്നാണ് കൂടുതൽ പോലീസ് സംഭവ സ്ഥലത്തെത്തുകയും KSU പ്രവർത്തകർക്ക് നേരെ ലാത്തി വീശുകയും ചെയ്തത്. അതിലാണ് KSUവിന്റെ സംസ്ഥാന അധ്യക്ഷൻ അലോഷ്യ സേവ്യർക്ക് പരിക്കേറ്റത്. അലോഷ്യ സേവ്യർക്ക് ലാത്തി ചാർജ് നടത്തിയതിൽ പരിക്കേറ്റിരിക്കുന്നു. ഇപ്പോൾ അദ്ദേഹത്തെ ആശുപത്രിയിലേക്ക് മാറ്റുവാനുള്ള ഒരു ഇടപെടലാണ് നടത്തുന്നത് പോലീസിന്റെ ഭാഗത്തു നിന്നും. ആദ്യഘട്ടത്തിൽ സമാധാനമായി പ്രതിഷേധിച്ചു. തുടർന്ന് പ്രതിഷേധം ബാരിക്കേഡുകൾ തള്ളിമറിച്ച് പുറത്തേക്ക് കടക്കുവാൻ വേണ്ടി ശ്രമിച്ചു. പോലീസ് അത് തടയുകയും ചെയ്തു. പോലീസ് ഏകദേശം 10ഓളം തവണ ജലപീരങ്കി പ്രയോഗിച്ചു. പോലീസിന് നേരെ കല്ലെറിയുകയും ലാത്തി വീശുകയും പോലീസിന് നേരെ കല്ലെറിയുകയും ഒപ്പം വലിയ രീതിയിൽ കല്ലും കട്ടയും ഉൾപ്പെടെ എറിയുകയും ചെയ്തു. എന്നിട്ട് പോലും പോലീസ് പ്രകോപനമില്ലാതെ ശാന്തമായി നിൽക്കുന്ന ഒരു കാഴ്ചയാണ് നമ്മൾ പോലും കണ്ടത്. അവിടെ നിന്ന് പോലീസുകാർ ആ ഭാഗത്തു നിന്ന് സമരക്കാർ ഏകദേശം കല്യാൺ ജുവലറിയുടെ അടുത്തേക്ക്, അതായത് ആർട്സ് കോളേജിന്റെ അടുത്തേക്ക് MG റോഡിലേക്ക് എത്തുകയും ഇവിടെ ഡ്യൂട്ടിയിലുണ്ടായിരുന്ന 5ഓളം പോലീസുകാരെ ക്രൂരമായി മർദ്ദിക്കുകയും ചെയ്തു എന്നുള്ളതാണ്. തുടർന്നാണ് ഇവരെ കൂടുതൽ പോലീസ് ഈ പ്രതിഷേധ സ്ഥലത്ത് നിന്ന് എത്തുകയും ഇവരെ പോലീസ് ലാത്തി വീശുകയും ചെയ്തത്. കൂടുതൽ പോലീസ് എത്തിയാണ് ലാത്തി വീശിയത്. തുടർന്ന് പ്രതിഷേധക്കാർ ചിതറിയോടുന്ന ഒരു കാഴ്ചയാണ് നമ്മൾ കണ്ടത്. അതിനുശേഷം ഈ ലാത്തി ചാർജിൽ അലോഷ്യ സേവ്യർക്ക് ഉൾപ്പെടെ പരിക്ക് പറ്റുന്ന ഒരു കാഴ്ച. അദ്ദേഹത്തെ ആശുപത്രിയിലേക്ക് മാറ്റുകയാണ്. സാരമായി തന്നെ തലയ്ക്ക് പരിക്കേറ്റിട്ടുണ്ട് എന്നുള്ളതാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. പോലീസുകാരെ വലിയ രീതിയിൽ മർദ്ദിക്കുന്ന ഒരു സാഹചര്യം നിലവിലുണ്ടായപ്പോഴാണ് പോലീസ് ലാത്തി വീശാൻ തുടങ്ങിയത്. ഏകദേശം 5ഓളം പോലീസുകാരെയാണ് കമ്പും കല്ലുമായി ഇവിടെ ഡ്യൂട്ടിയിലുണ്ടായിരുന്ന പോലീസുകാരെ KSU പ്രവർത്തകർ മർദ്ദിച്ചത്. തുടർന്നാണ് ഒരു സംഘം ഡ്യൂട്ടിയിലുണ്ടായിരുന്ന മറ്റ് പോലീസുകാർ പ്രദേശത്തെത്തുകയും ലാത്തി വീശുകയും ചെയ്തത്. ലാത്തി ചാർജ് നടത്തി. തുടർന്ന് പ്രവർത്തകർ പിരിഞ്ഞു പോകുന്ന അല്ലെങ്കിൽ ചിതറിയോടുന്ന ഒരു കാഴ്ചയാണ് ഉണ്ടായത്. പക്ഷേ അലോഷ്യ സേവ്യറിന് ഓടിമാറാൻ കഴിഞ്ഞില്ല. സാരമായി തന്നെ പരിക്കേറ്റിരിക്കുന്നു എന്നുള്ളതാണ്. കൂടുതൽ KSUവിന്റെ പ്രവർത്തകർ വീണ്ടും ഈ അലോഷ്യ സേവ്യർക്ക് പരിക്കേറ്റ സംഭവ സ്ഥലത്തേക്ക് അല്ലെങ്കിൽ ലാത്തി ചാർജ് നടന്ന സംഭവ സ്ഥലത്തേക്ക് എത്തിയിരിക്കുന്നു എന്നുള്ളതാണ്. അദ്ദേഹത്തെ ആശുപത്രിയിലേക്ക് മാറ്റാൻ വേണ്ടിയിട്ടുള്ള ഒരു ഇടപെടൽ പോലീസിന്റെ ഭാഗത്തുനിന്നുണ്ടാകും. പോലീസുമായി വീണ്ടും വാക്കേറ്റം ഉണ്ടാകുന്ന ഒരു കാഴ്ചയാണ് നമുക്ക് കാണാൻ കഴിയുന്നത്. KSUവിന്റെ മറ്റ് നേതാക്കൾ, യൂത്ത് കോൺഗ്രസിന്റെ ചില നേതാക്കൾ ഉൾപ്പെടെ സ്ഥലത്തെത്തിയിട്ടുണ്ട്. അവരെ ആശുപത്രിയിലേക്ക് മാറ്റുവാൻ വേണ്ടി ഒരു ശ്രമം പോലീസിനോട് അല്ലെങ്കിൽ ആവശ്യപ്പെടുന്നുണ്ട്. പക്ഷേ പോലീസുമായി വീണ്ടും കയർക്കുന്ന അല്ലെങ്കിൽ തർക്കിക്കുന്ന ഒരു കാഴ്ചയാണ് നമുക്ക് കാണാൻ വേണ്ടി കഴിയുന്നത്. എന്തായാലും സാരമായി തന്നെ അലോഷ്യ സേവ്യർക്ക് പരിക്കേറ്റിരിക്കുന്നു. പക്ഷേ പോലീസുകാർ സംയമനം പാലിച്ചിരുന്നു. ആദ്യഘട്ടത്തിൽ ഈ ജലപീരങ്കി പ്രയോഗിക്കുക മാത്രമാണ് പോലീസിന്റെ ഭാഗത്ത്
ഭാഗത്തു നിന്നുണ്ടായത്. പക്ഷേ കല്ലേറുന്ന ഒരു സാഹചര്യം KSU പ്രവർത്തകരുടെ ഭാഗത്തു നിന്ന് ഉണ്ടായി. അതിനുശേഷം ഇവർ MG റോഡിലേക്ക് എത്തുകയും KSRTC ബസ്സുകൾ, ഓട്ടോറിക്ഷകൾ, ബൈക്കുകൾ ഉൾപ്പെടെയുള്ളവ തടഞ്ഞു നിർത്തുന്നത്. അത് ഏകദേശം 5 മിനിറ്റോളം മാത്രമേ നീണ്ടു നിന്നുള്ളൂ. തുടർന്നാണ് സമീപത്തുണ്ടായിരുന്ന ഏകദേശം 5ഓളം പോലീസുകാർക്ക് നേരെ പ്രവർത്തകർ എത്തുകയും പോലീസുകാരെ മർദ്ദിക്കുകയും ചെയ്തത്. തുടർന്നാണ് തൊട്ട് സമീപത്ത് ഉണ്ടായിരുന്ന പോലീസുകാർ കൂടുതൽ ഫോഴ്സ് കൂടി സ്ഥലത്തെത്തുകയും ഇവരെ മർദ്ദിക്കുകയും അല്ലെങ്കിൽ ലാത്തി വീശുകയും ചെയ്തത്. അതിലാണ് അലോഷ്യസ് സേവ്യർക്ക് പരിക്കേറ്റത്. അലോഷ്യസ് സേവ്യരെ ലാത്തി ചാർജ് നടത്തുന്നതിനിടയിൽ വിളിച്ചു പറയുന്നുണ്ടായിരുന്നു മറ്റ് വിദ്യാർത്ഥികൾ KSUവിന്റെ സംസ്ഥാന അധ്യക്ഷനാണ്, മർദ്ദിക്കരുത് എന്നുള്ള കാര്യം പറയുന്നുണ്ട്. പക്ഷേ പോലീസുകാർക്ക് മർദ്ദനമേറ്റതുകൊണ്ട് തന്നെ പോലീസുകാർ വലിയ രീതിയിൽ ഒരു ലാത്തി ചാർജിലേക്ക് പോയി എന്നുള്ളതാണ്. തുടർന്നാണ് അദ്ദേഹത്തിന് പരിക്കേറ്റുന്നത്. ഇപ്പോൾ പോലീസ് ജീപ്പിൽ അലോഷ്യസ് സേവ്യറെ ആശുപത്രിയിലേക്ക് മാറ്റുന്ന ഒരു കാഴ്ചയാണ് നമുക്ക് കാണാൻ കഴിയുന്നത്. കൂടുതൽ ഫോഴ്സ്, ഈ സമര സ്ഥലത്തുണ്ടായിരുന്ന കൂടുതൽ ഫോഴ്സ് സംഭവ സ്ഥലത്ത് എത്തിയിട്ടുണ്ട്. അവരോടും ഈ KSU പ്രവർത്തകർ കയർക്കുന്ന ഒരു കാഴ്ചയാണ് കണ്ടത്. ഇപ്പോൾ എന്തായാലും അലോഷ്യസ് സേവ്യറെ, പരിക്ക് പറ്റിയ അലോഷ്യസ് സേവ്യറെ ആശുപത്രിയിലേക്ക് മാറ്റിയിട്ടുണ്ട്. ശ്രുതി, റിനു, നമ്മൾ ഈ ദൃശ്യം നേരത്തെ ലൈവ് കാണിക്കുന്ന സമയത്ത് നമ്മൾ കണ്ടുകൊണ്ടിരുന്നത് അലോഷ്യസ് സേവ്യർ ബാരിക്കേഡിന് മുകളിൽ കയറുന്നുള്ള പ്രതിഷേധമായിരുന്നു. തുടർന്നും ഈ ഒരു പ്രതിഷേധം അപ്പോഴും നടക്കുന്നുണ്ടെങ്കിൽ പോലും ഇങ്ങനെയൊരു പോലീസ് ജലപീരങ്കി പ്രയോഗിക്കുന്നതിന് അപ്പുറത്തേക്ക് തിരിച്ച് പ്രതികരിക്കുന്ന രീതിയിലേക്ക് കാര്യങ്ങൾ കണ്ടിരുന്നില്ല. ഒരു ജലപീരങ്കി പ്രയോഗിച്ച് പ്രവർത്തകരെ പിന്തിരിപ്പിക്കാനുള്ള ശ്രമമായിരുന്നു കണ്ടിരുന്നത്. ഏത് ഘട്ടത്തിലാണ് പ്രതിഷേധക്കാരെ അടിച്ചോടിക്കുന്നതിലേക്ക് കാര്യങ്ങൾ എത്തിയത്? പ്രവർത്തകരുടെ ഭാഗത്തു നിന്നുള്ള എന്ത് നീക്കമായിരുന്നു ഇങ്ങനെയൊരു സംഘർഷത്തിലേക്ക് കാര്യങ്ങൾ കലാശിച്ചത്? അതായത് ആദ്യഘട്ടത്തിൽ പ്രതിഷേധക്കാർ എത്തുകയും പ്രതിപക്ഷ നേതാവ് VD സതീശൻ പ്രതിഷേധം ഉദ്ഘാടനം ചെയ്ത് കഴിഞ്ഞതിന് ശേഷം ഇവർ ബാരിക്കേഡ് മറിച്ച് തൊട്ടപ്പുറത്തേക്ക് പോകാൻ വേണ്ടി ശ്രമിച്ചിരുന്നു. പക്ഷേ അത് പോലീസ് തടഞ്ഞു. പോലീസ് ബാരിക്കേഡ് ക്രമീകരിച്ചിരുന്നു. ഇവിടെ ഈ ബാരിക്കേഡ് തകർത്താണ് അപ്പുറത്തേക്ക് കടക്കുവാൻ വേണ്ടി ശ്രമിച്ചതെങ്കിലും പ്രതിഷേധക്കാർക്ക് അത് കഴിഞ്ഞില്ല. തുടർന്നാണ് ഒരു ബാരിക്കേഡ് ഇവർ പൊളിച്ചെടുക്കുകയും പോലീസിന് നേരെ വലിച്ചെറിയുകയും ചെയ്തു. എപ്പോഴും പോലീസിന്റെ ഭാഗത്തുനിന്ന് സംയമനമായിരുന്നു. ഏകദേശം 1 മണിക്കൂറോളം നീണ്ടുനിന്ന പ്രതിഷേധം. അതിനുശേഷമാണ് KSUവിന്റെ വിദ്യാർത്ഥികൾ MG റോഡിലേക്ക് എത്തുകയും KSRTC ബസ് ഉൾപ്പെടെയുള്ള തടയുന്ന സാഹചര്യത്തിലേക്ക് പോകുന്നത്. ഇത് തടയുവാൻ വേണ്ടി ശ്രമിച്ച ഏകദേശം 5ഓളം പോലീസ് ഉദ്യോഗസ്ഥർ ഇവിടെ ഉണ്ടായിരുന്നു. അവർക്ക് നേരെയാണ് ഇവരുടെ ഭാഗത്തു നിന്നൊരു ആക്രമണം ഉണ്ടായത്. ഈ ആക്രമണത്തിൽ ഒരു പ്രകോപനം കാരണമാണ് പോലീസ് ലാത്തി വീശുന്ന ഒരു സാഹചര്യത്തിലേക്ക് പോയത്. അപ്പോഴേക്കും KSU വിദ്യാർത്ഥികൾ ചിതറിയോടുന്നൊരു സാഹചര്യം. ഈ ചിതറി ഓടിയതിനിടയ്ക്കാണ് അലോഷ്യസ് സേവ്യറിന് മർദ്ദനമേൽക്കുന്നത്. പോലീസിൻ്റെ ലാത്തി ചാർജിൽ മർദ്ദനമേൽക്കുന്നത്. വലിയ രീതിയിൽ മർദ്ദനമേറ്റു എന്ന് തന്നെ നമുക്ക് പറയേണ്ടി വരും. കാരണം പോലീസുകാരെയും അതേ രീതിയിൽ തന്നെയാണ് KSU പ്രവർത്തകർ മർദ്ദിച്ചത്. തുടർന്നാണ് കൂടുതൽ സംഘം തൊട്ട് സമീപത്തെ കൂടുതൽ പോലീസുകാരെത്തി ഈ ലാത്തി ചാർജിലേക്ക് കലാശിക്കുകയും ചെയ്തു. തുടർന്ന് KSU പ്രവർത്തകർ ചിതറിയോടുന്ന ഒരു കാഴ്ചയാണ് നമുക്ക് കാണാൻ വേണ്ടി കഴിഞ്ഞത്. എന്തായാലും ഇപ്പോൾ കൂടുതൽ പോലീസുകാർ MG റോഡിലുണ്ട്. ഈ പ്രതിഷേധക്കാരെ എന്തായാലും ഇപ്പോൾ ഇവിടെ നിന്ന് മാറ്റിയിരിക്കുന്നു. അലോഷ്യസ് സേവ്യറെ ആശുപത്രിയിലേക്ക് മാറ്റിയിരിക്കുന്നു എന്നുള്ളതാണ് നമുക്ക് ഏറ്റവും കൂടുതലായി റോഡിലേക്ക് തൊട്ട് ഏകദേശം 50 മീറ്റർ മാത്രമാണ് ദൂരമുള്ളത്. ഈ പ്രതിഷേധ സ്ഥലത്തേക്ക് എത്തി ഇപ്പോൾ നിലയുറപ്പിച്ചിട്ടുണ്ട്. എന്തായാലും KSU പ്രവർത്തകർ ഇപ്പോൾ ഇവിടെ നിന്ന് പ്രതിഷേധം കഴിഞ്ഞ് മടങ്ങിയിരിക്കുകയാണ്. ഇതാണ് നമുക്ക് ഏറ്റവും അപ്ഡേറ്റ് ആയി നൽകാൻ കഴിയുന്ന വിവരം. ശ്രുതി, പ്രതിഷേധക്കാർ ഇപ്പോൾ മടങ്ങുന്ന കാഴ്ചയാണ്. നേരത്തെ കണ്ട ദൃശ്യമാണ് വലതുവശത്ത് കാണുന്നത്. നേരത്തെ ഉണ്ടായ സംഘർഷത്തിൻ്റെ ദൃശ്യങ്ങളാണ്. പോലീസുകാർ പ്രവർത്തകരെ ഓടിക്കുന്നതിൻ്റെ ദൃശ്യമാണ് വലതുവശത്ത് കാണുന്നത്. ഇപ്പോൾ പ്രവർത്തകരെ പിന്തിരിപ്പിച്ചിട്ടുണ്ട്.